ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഔട്ടം ദിന ആശംസകൾ എല്ലാവർക്കും. അപ്പോൾ ഞാൻ തിരുവോണത്തിന് ഒരു പ്രോഗ്രാം ചെയ്തായിരുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ജനങ്ങളോട്ട് ഇറങ്ങി ഇന്നൊരു ഷോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് റിലീസ് ചെയ്താണ് ഞാൻ എല്ലാം ചെയ്തത്. നല്ല അമ്മമാരായിരുന്നു. അമ്മമാരെ പറ്റി പറഞ്ഞാൽ എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ എപ്പോഴും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഒത്തിരി അമ്മമാരെ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അവരോടൊക്കെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയതും എല്ലാം ഞാൻ വളരെ ആസ്വദിച്ചു. എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ നല്ല കൈകൊട്ടിക്കളി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നല്ല പ്രായമുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ പോലും ജില്ലെന്നാണ് ഇന്ന് നമ്മുടെ പെൺപിള്ളേരും ഇപ്പോഴത്തെ ആൾക്കാരും തോറ്റു പോകുന്ന രീതിയിലുള്ള പ്രകടനമായിരുന്നു അവർ കാഴ്ചവെച്ചത്. ഇതാണ് ഭയങ്കര സന്തോഷം. എനിക്കിപ്പോൾ ഇത്രയും വലിയൊരു സന്തോഷം ഒരുക്കി തന്നെ എക്സ്പ്രഷൻ മീഡിയയ്ക്ക് ഒത്തിരി നന്ദിയുണ്ട്. അപ്പം നമ്മുടെ ഇതിൻ്റെ വീഡിയോ ടെലികാസ്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും അതൊന്ന് കയറി കാണണം കേട്ടോ. നമ്മുടെ കൊച്ചൻ മാവേലി ആണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവന് ചക്ക എന്ന് പറയുമ്പോൾ മാങ്ങ ഏത് ഇതിലാണ് കായ്ക്കുന്നത് ചോദിക്കുന്ന രീതി ആയതുകൊണ്ട് തന്നെ ഭയങ്കര കോമഡി ആയിരുന്നു, ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സ്ഥലം വരുന്നത് ചെറായിലോട്ട് പോകുന്ന വഴിക്കായിരുന്നു. വൈപ്പിൻ സ്ഥലത്താണ് നമുക്ക് ഈ പ്രോഗ്രാം ഉണ്ടായിരുന്നത്. അപ്പച്ചന്മാർക്കാണെങ്കിലും ഭയങ്കര വൈബ് അപ്പച്ചന്മാരായിരുന്നു. ഇപ്പോഴത്തെ ചെറുപ്പക്കാരും പിള്ളേർ തോറ്റു പോകുന്ന ഐറ്റമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഈ വർഷത്തെ ഓണം എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിൽ കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നില്ല. ഞാൻ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ ഓണത്തിന് തലേദിവസം ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ച് തിരുവോണത്തിന് വായു പിടിച്ചാണ് ഞാൻ എല്ലാം ഉണ്ടാക്കി പെറുക്കി അവരുടെ കൂടെ ഒരു നേരത്തെ ആഹാരം കഴിച്ച് ഞാൻ പ്രോഗ്രാമിലോട്ട് പത്തനംതിട്ടയിട്ട് പോകുന്നത്. ഇനി 3 ദിവസം കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് എത്തുള്ളൂ. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. എല്ലാം ഉണ്ടെങ്കിൽ പോലും വിഷമമുണ്ട്. കാരണം ഞാൻ എല്ലാം തന്നെ ഒന്നും സമയമില്ലാഞ്ഞുകൊണ്ട് സദ്യ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാൻ എൻ്റെ കണ്ടൻറ്റുകൾ കയ്യിൽ നിന്ന് എടുത്ത് പോയി. കാരണം സമയം ഉണ്ടായിരുന്നില്ല ഒന്നിലോട്ട് ഓടിയെത്താനുള്ള ധൃതിയായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ചെറിയ പോരായ്മയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു വീഡിയോ കാണിക്കുകയാണ് നിങ്ങളെ. അപ്പോൾ കുറേ നാളായി എന്നെ കണ്ടിട്ടെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആണ്. ഞാൻ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ തോന്നുന്നതുകൊണ്ടാണ് വീഡിയോ ഇടാതെ ഇനിയുള്ള വീഡിയോ കണ്ടിട്ട് ഹാപ്പി ആയിട്ട് പിരിയാം. അന്നത്തെ ഓണമാണ് ഇന്നത്തെ ഓണമാണ് അന്നത്തെ ഒരു പ്രത്യേകത ഒന്ന് പറയാമോ എല്ലാവരും? പിന്നെ എന്നാ ഫീൽ ചെയ്യുന്നത്? അതിന് ഒത്തിരി മാറ്റം തന്നെ സംഭവിച്ചു.
ദാരിദ്ര്യമുണ്ട്, ഇന്ന് ദാരിദ്ര്യമില്ല. ഇന്ന് പൈസയുണ്ട്, സാധനങ്ങൾ എപ്പോ വേണമെങ്കിലും തരും. ആരും എന്നെ വഴക്ക് പറയരുത്. ഓണക്കോടിയൊക്കെ എടുത്താണ് മക്കൾക്ക്, പക്ഷെ അവർ ഇട്ടില്ല. എല്ലാവരും സദ്യ കഴിക്കുന്നതാണ്. ഞാൻ ഉണ്ടാക്കിയ കറികളൊക്കെയാണ് ഇഞ്ചിക്കറി, ഉള്ളിക്കറി, പച്ചടി, അച്ചാർ, അവിയൽ, അതുപോലെ ക്യാബേജ് മോരുകറി, സാമ്പാർ, പപ്പടം പഴം, പായസം ഞാൻ ഉണ്ടാക്കിയാണ്. എൻ്റെ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. തിരുവോണമാകും എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടാണ് എന്തായാലും ഞാൻ പ്രോഗ്രാമിന് പോകുന്നത്. അതുകൊണ്ട് തന്നെ മനസ്സിന് ഒത്തിരി സമാധാനം സന്തോഷമുണ്ട്. കാരണം പായസമൊക്കെ ഒരു തിളങ്ങുകയാണ് കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനയ് കാശികല, മാലമേൽ ആരുടെ വാരി പിടിച്ചത് ഫ്രണ്ട്സ് ആക്ഷൻ. ഇതിൽ കൂടുതൽ എങ്ങോട്ടാ ഒരു ക്ലബിന്റെ പേര് ഇവൻ തന്നെ അവിടെ അനൗൺസ്മെന്റ് ചെയ്യേണ്ടത്. ഇത് കയ്യിൽ പോലും സോറി ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനയ് കാശികല, മാലമേൽ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ അയ്യോ പിടുത്തോട് അങ്ങനെ പിടുത്തം വരരുത്. നാച്ചുറലായിട്ട് വിട്. അപ്പൊ ആർട്സ് ഞാൻ പറയുന്നില്ല. സ്പോർട്സും ആർട്സും ഇല്ലേ? ആർട്സ് അവര് നമ്മൾ സ്പോർട്സ് കൊണ്ടുപോകുമോ? ആർട്സ് സ്പോർട്സ് ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനയ് കാശികല, മാലുമേൽ ഫ്രണ്ട്സ് ക്ലബിന്റെ ഈ ഓണാഘോഷ പരിപാടിയിൽ ഇവർക്കെല്ലാം ഒപ്പം ഞാനും ഉണ്ടാവും. അപ്പൊ നമുക്ക് ആടിച്ച് പൊളിക്കാം. ആടി സക്കെ മറ്റേ സ്പോർട്സ് കൂടെ ചേർത്ത് സ്പോർട്സ് ഇല്ല. നമ്മള് സ്പോർട്സ് പറഞ്ഞു പറയാതെ സ്പോർട്സ് കൂടെ പറയാ. ഇവിടെ പ്രശ്നം പറ്റിയെന്ന് അറിയോ? ഫ്രണ്ട്സും ആർട്സും കൂടെ വന്നതാ. മാലുമേൽ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ്. അപ്പം ഈ ഫ്രണ്ട്സിനാ സ്ട്രെസ്, പല്ലിന് വിടവ് കൊള്ളോണ്ട് ഈ സാധനം പിടിക്കാൻ പറ്റില്ല. ഫ്രണ്ട്സ് ഇതുവഴി പോവാം. പരിപാടിയുടെ ഔട്ടം ദിനത്തിന്റെ മാലിമേൽ ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്നൊന്ന് പറയാൻ വേണ്ടി ഇവിടെ 10 മണിയായപ്പോ അല്ല, എനിക്ക് ഏറ്റവും ചിരിവന്നായിരുന്നു പറയാം. നമ്മളെല്ലാം നിങ്ങൾ എന്താണ് പറയുന്നത്? മര്യാദക്ക് പറയും. സമയം പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ മുതലാളി ഏറ്റവും കൂടുതൽ റീടേക്ക് എടുത്തത് മുതലാളിയാണ്. ഞാൻ 10 മണി എടുത്ത് മുതലാളിക്ക് അവരെ മുണ്ട് പോലെ ഉണ്ടാവുന്നില്ല. പടികൻ ആയിരുന്നു പുള്ളി. അവസാനം എന്റെ പല്ലിന് വിടവുണ്ടെന്ന് വേറെ കാര്യമുണ്ട്. നമ്മൾ അശ്രദ്ധമായിട്ട് ചെയ്തുകൊണ്ട് ഇതിന്റെ ചേട്ടൻ അജിത്ത് എടുത്തു. നമ്മള് മൈൻഡ് ചെയ്യാത്ത അവന്റെ അങ്ങനെ പറയുന്ന അവന്റെ പോയത്.